ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നെജി ക്യാമറ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പേൾ ബോക്സ് ഫ്രെയിം എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ബോക്സ് ഫ്രെയിമാണ്. അപ്പം ബോക്സ് ഫ്രെയിം വെച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫോം ബോർഡ് ഇറക്കി വെച്ചിട്ട് ആ ഒരു പേൾ ഇടാനുള്ള സ്പേസ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഫ്രെയിം ചെയ്യുന്നിടത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തു തരുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രെയിം തന്നെ ചിലപ്പോൾ വാങ്ങാൻ കിട്ടുമായിരിക്കും, അതെനിക്കറിയത്തില്ല. എനിക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ചെയ്തു തരാറുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റി ഫ്രെയിമാണ് കേട്ടോ ഇത്. ഇതിന് 300-350 റേഞ്ചൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഇവിടെയുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ പൊതുവെ ക്രാഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന പേളെന്ന് വെച്ചാൽ ഒരു പാക്ക് 60 റുപ്പീസ് ഉണ്ട്, 30 റുപ്പീസ് ഉണ്ട്, 40 റുപ്പീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡബിൾ സൈഡ് ഹോളില്ലാതെ വെറും പേൾ മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. എനിക്കിവിടെ ഇപ്പം അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിന് മുമ്പ് ചെയ്ത് കൊടുത്തതും ഈ ഒരു സെയിം വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആ കളറ് പേൾ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇതിൽ ഒരു 2 പാക്കറ്റൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടി, 2 പാക്കറ്റ് അല്ലെങ്കിൽ ഒരു 1.5 പാക്കറ്റൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടി അട്രാക്ഷനായിട്ട് തോന്നുന്നുള്ളത്. ഇപ്പോൾ എനിക്കെന്തായാലും ആ ഒരു സെയിം പേൾ വേറെ പാക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ അത് പേളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ടെടുത്തിട്ട് നമ്മൾ ഐഡിയ പോലെ സെറ്റാക്കാം കേട്ടോ. ചിലപ്പോൾ വേണേൽ വലിയ പേളും അതുപോലെ ചെറിയ പേളൊക്കെ മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമൊക്കെ കസ്റ്റമേഴ്സിന് അർജൻറ്റായിട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കസ്റ്റമർ ഓർഡർ തന്നിട്ടാകുമ്പോൾ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് അതൊരു ഇഷ്യൂ ആയിരിക്കും. ഇനി ഇഷ്യൂ അല്ലാത്തവരാണെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അയ്യോ വേണ്ട ചെയ്യണ്ടെന്നൊക്കെ പറയും. അപ്പോൾ വെറുതെ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം യൂട്യൂബിലേക്കുള്ള വീഡിയോസും എൻ്റെതോ മക്കളുടേതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കാണിക്കാറുള്ളത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് ഞാൻ ഗ്ലോസി പ്രിൻറ്റിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കസ്റ്റമറിന് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഒരു മാറ്റ് ഫിനിഷിങ് പ്രിൻറ്റ് വരുന്നുണ്ട്. ക്വാളിറ്റി കൂടിയതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലാണെങ്കിലും ഞാനൊരു പ്രിൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫാണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോ പർപ്പസിനായതുകൊണ്ട് മാത്രം ഈ ഒരു ഗ്ലോസി ഷീറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഫ്രെയിമാണേലും റെസിൻ ഫ്രെയിമാണേലും ഏത് ഫ്രെയിമാണേലും ആ ഒരു പ്രിൻറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് തരാമോ, എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയാമോ. ഞാനിവിടെ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഓൺലൈനിൽ മുമ്പ് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അത് കിട്ടാനേ ഇല്ല. പിന്നെ ഞാൻ അവിടെ നിന്നും നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുന്നുള്ളത്. 690 റുപ്പീസ് ഉണ്ട് കേട്ടോ 50 പീസിന്. അപ്പം അത് ഓൺലൈനിലൊന്നും കിട്ടുന്നില്ല. ഇവിടെ ഷോപ്പിലാണെങ്കിലും ഇനി ആകെ ഒരു 1 പാക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എത്തിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അവിടെ അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പിലൊക്കെ ബുക്ക് സ്റ്റോളിലൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. മാറ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഫ്രെയിമിൻ്റെ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ പേളൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ അതിലേക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ. കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ വശവും നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്റ്റിക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേൾ മൊത്തം മൂവ് ആവുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്, ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രിൻറ്റ് പൊന്തി നിൽക്കുന്നുണ്ട്, അതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റിക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് അത് ഫുള്ള് മൂവ് ആവാതിരിക്കുന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും. എത്രത്തോളം പെർഫെക്ഷനിൽ വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിത് പുതിയതായിട്ടുള്ളൊരു പേൾ ടൈപ്പ് എടുത്ത് നോക്കിയതായിരുന്നു. ഇത് ഹോള് വരാത്ത അതുപോലെ ഒരു മിറർ പോലെ ഉള്ള ഒരു ബോൾസാണ് കേട്ടോ. ഇത് ഞാൻ 2 പാക്കറ്റ് ഇട്ടിട്ട് നോക്കിയതായിരുന്നു. പക്ഷെ നല്ല ബോറായിരുന്നു, ഒരുപാട് വരുമ്പോൾ നല്ല ബോറാണ്. പിന്നെ ജസ്റ്റ് ഒരു പാക്കറ്റൊക്കെ മതി. കാണാൻ രസം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു പേളാണെങ്കിലും. പക്ഷെ ഞാൻ കസ്റ്റമറിന് ഒരു ഓഫ് വൈറ്റിൽ തന്നെയായിരുന്നു ചെയ്ത് കൊടുത്തത്. കാരണം ആ ഒരു ഫ്രെയിം കണ്ടിട്ടായിരുന്നു
അവർ ഓർഡർ തന്നത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള. അപ്പോൾ പിന്നെ പേളൊക്കെ ഡിഫറെൻ്റ് ആയെന്ന് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ട് സെയിം തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ല ഇനി ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.